ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഡിഫയർ അണ്ടർ വേർഷൻ 3.0 കഴിഞ്ഞ വീക്കിൽ റിലീസായി. സോ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് യൂസർ ഇൻ്റർഫേസ് തന്നെ വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് WASD വെച്ചിട്ട് സ്ക്രീന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഡിഫോൾട്ടായിട്ട് തന്നെ ഓൺ ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നാവിഗേഷനിൽ വന്ന് ഇവിടെ വേറെ എന്തോ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു മൂന്നാമതായിട്ട്, ഫ്രീ വോക്ക് എന്തോ ഉണ്ടായിരുന്നു, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് റിമൂവ് ആയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. സോ ഒട്ടുമിക്ക ആൾക്കാരും WASD വെച്ചിട്ട് തന്നെ ആയിരിക്കും. സോ നമുക്കിനി സെപ്പറേറ്റ് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നല്ലൊരു ചേഞ്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓട്ടോ എക്സ്പോഷറിൻ്റെ ഐക്കൺ ചേഞ്ച് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ മേജറായിട്ടുള്ളൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആഡ് ആക്കിയിട്ടുണ്ട് മക്കളെ. കിടക്കാച്ച സാധനം കണ്ടോ. നമുക്ക് മുമ്പ് ഇതിലൊരു വാട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ മോഡൽ ചെയ്തു, അതിന് വാട്ടർ മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. തന്നെ അതിൽ ഈ വേബ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മീൻസ് താരതമ്യേന എളുപ്പമായിരുന്നു നമുക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ 1 ക്ലിക്കിൽ സാധനം റെഡിയായി കിട്ടുന്ന ഒരു കാച്ച് ഫീച്ചർ. ഇതൊരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് നമുക്ക് എക്സ്ചറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മീൻസ് ഇതിൻ്റെ യൂസ് ആവശ്യമുള്ളവർക്ക് കിട്ടിക്കാഴ്ചൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു അപ്ഡേറ്റ്. സോ നമുക്കിത് ഇവിടെ ഒരു ടെറൈൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മോഡലാണ് വരുന്നത്. ലൈക്ക് ഇത് ഹൈഡാക്കിയാൽ സാധനം ഒഴിവാകും. പിന്നെ അതിൻ്റെ തന്നെ വരുന്ന വേറൊരു ചേഞ്ച് അല്ല, അതിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടെറൈൻ എവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പാരാമീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടും. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്, അതായത് കടയിൽ എത്ര ഹൈറ്റ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് സ്പീഡ്, അതായത് ഈ ഒരു വേവിൻ്റെ സ്പീഡ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്പീഡ് മനസ്സിലാകുന്നുണ്ടല്ലോ. കൂട്ടിയും കുറക്കുമ്പോൾ തന്നെ അത് ഫ്ലോട്ടാകുന്ന ഒരു മനസ്സിലാകുന്നുണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ വേവ് ഹൈറ്റ്, ഒരു തരയിൽ എത്രത്തോളം ഹൈറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് അത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടല്ലോ, അത് തന്നെയാണ് കാര്യം. പിന്നെ വരുന്ന മെയിനായിട്ടുള്ളൊരു വേവ് സ്കെയിലുണ്ട്, അതും അങ്ങനെ തന്നെയാണ്. കോസ്റ്റ് ലൈനാണ് പിന്നെ വരുന്ന മെയിൻ ഒരു മേജർ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മീൻസ് നമുക്ക് തിരമാല എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിൻ്റെ ഒരു അത്ര സ്പീഡിൽ ലൈക്ക് കണ്ടോ, ലൈക്ക് അത് കൊള്ള, അത് വളരെ അതേപോലെ തന്നെ ആ ഒരു പതയുടെയും ഒരു ഇൻറ്റൻസിറ്റി, ലൈക്ക് ആ ഒരു നൊരയും പതിക്കെ ഉണ്ടാവില്ലേ, ആ ഒരു വെള്ളപ്പത, അത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, അത് തന്നെ ആയിരിക്കും. സോ അതും ഇതിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിതിലൊരു മോഡലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഒരു ബോട്ട്, എനിക്ക് ഒരു വുഡൻ ബോട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ എൻ്റെ നെറ്റ് കണക്റ്റല്ല എന്ന് തോന്നുന്നു. എനിക്ക് കണക്റ്റാണ്. ഓക്കെ, അന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. സോ ഇത് ആർക്കൊക്കെയാണ് യൂസ് ആവുന്നത് വെച്ചാൽ എക്സ്റ്റീരിയർ യൂസേഴ്സ്, വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ. സോ അവർക്കിതൊരു എന്തായാലല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് മാത്രമല്ല വേറെയും കിടക്കാച്ച ഫീച്ചേഴ്സ് കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ക ഗെയിം ചേഞ്ചർ ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഫ്യൂച്ചറിൽ, അതായത് നമുക്കിപ്പം 3ds Maxൽ മീൻസ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന, പ്രഡിക്ഷൻ അല്ല, എൻ്റെ ഒരു സംതിങ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഇപ്പം നമ്മൾ 3ds Max അല്ല സ്കെച്ചപ്പൊക്കെ യൂസ് ചെയ്തിട്ട് മോഡൽ ചെയ്തിട്ട് അതിൻ്റെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ D5 യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഭാവിയിൽ D5 തന്നെ മോഡലിങ്ങിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിൽ ഇപ്പം ഒരു
അസറ്റ് ലൈബ്രറി ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അതിലേക്ക് വരാം. ഇതൊന്ന് ഡൗൺലോഡ് ആകട്ടെ. സോ നമ്മുടെ മുടൻ ബോട്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ക്രീനിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ വാല്യൂ ചെറുതാണ്, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ എന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഓഷൻ സെലക്ട് ചെയ്യുക. ഓഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് ലൈനിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെ കോസ്റ്റ് ലൈൻ ആങ്കർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടി കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ പ്ലസ് ഐക്കണുണ്ട്. സോ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആഡ് ഒബ്ജക്റ്റ്, ജസ്റ്റ് ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു വേവ് ക്രിയേറ്റ് ആവും. മനസ്സിലായോ? അത് വെയിറ്റ്, നമുക്കതൊന്നുകൂടെ നോക്കാം. ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചോട്ടെ. അതായത് വെള്ളത്തിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഓഷൻ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ നേരത്തെ കൊടുത്താണ്, അത് പ്ലസ് ഐക്കൺ കൊടുക്കുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഡൺ കൊടുക്കുന്നു. സി, അതിന് ചുറ്റും ഒരു വേവ്, അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വെള്ളത്തിലൊരു സാധനം ഉണ്ടാകുമ്പോൾ അതിൽ വന്ന് തിരയൊക്കെ അടിച്ചിരുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി മേ ബി കുറച്ചു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയായിരിക്കും. സോ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് വേവ്സിൻ്റെ അല്ലെങ്കിൽ ഓഷൻ എന്ന് പറഞ്ഞൊരു മേജർ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് നമുക്ക് ഓഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതൊക്കെ നിങ്ങൾ കുറച്ച് മെനക്കെട്ടിരുന്ന് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്, നമുക്ക് എത്രത്തോളം യൂസ് ആകുന്നുള്ള കാര്യം. പിന്നെ അതുപോലെ നമ്മൾ പെട്ടെന്ന് കയറിയപ്പോൾ തന്നെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ക്ലൗഡിൻ്റെ കാര്യങ്ങൾ. ഡിഫോൾട്ടായിട്ട് കുറച്ച് തംബ്നെയിൽ മീൻസ് കുറച്ച് ടെംപ്ലേറ്റ് ഇവിടെ ഇവർ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്, യൂസ്ഫുള്ളാണ്. സോ അതും നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നോക്കി റെഡിയാക്കുക. പിന്നെ വന്നിട്ടുള്ള ഒരു മേജർ ആസ് എ ഇൻറ്റീരിയർ ഡിസൈനർ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ സ്ലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മോർ എന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ സാധനം വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓപ്പൺ വർക്ക്സ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോപ്പപ്പ് വിൻഡോ, ഇത് ഡിഫൈ ലോഞ്ചറിലാണെന്ന് തോന്നുന്നു ഓപ്പണായി വരുന്നത്. നമുക്ക് ഇവിടെ ഒരു മെഷിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ, ഇത് മുമ്പേ ഉണ്ടായിരുന്നു. ഇത് മുമ്പേ നമുക്ക് പുറത്ത് ലോഞ്ചർ കയറി അവരൊന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിപ്പം ഡയറക്റ്റ് ഡ്രാഗ് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സോ നമുക്ക് ഈ ഓഷൻ കളയാമല്ലേ, നമുക്ക് ഈ ഓഷൻ ഒന്ന് ഹൈഡാക്കി കളയാം. മെറ്റീരിയൽ സ്ലോട്ട് തുറക്കുന്നു, ഇവിടെ മോർ തുറക്കുന്നു. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിൽറ്റർ കാണാൻ പറ്റും. ഫിൽറ്റർ നമുക്ക് ഇവിടെ ഫ്രീ ഉണ്ട്, ഫ്രീ ഫോർ D5 Pro പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ഉണ്ട്. പെയ്ഡ് നമുക്ക് അറിയായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ നിലവിൽ മേ ബി പൈസ കൊടുത്തു മെഷ് മോഡലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ടാവും. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് ഫ്രീ എന്ന് വെച്ചാൽ D5 Pro പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ നിലവിൽ കറൻ്റ്ലി ഫ്രീ യൂസറാണ്. സോ നമ്മൾ ഫ്രീ മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രീ ആക്ച്വലി ഇനഫാണ് കേട്ടോ. ഞാൻ ശരിക്കും വണ്ടർ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്. ലൈക്ക് എന്തോരം സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു കാറ്റഗറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫർണിച്ചർ, ഇതിൽ തന്നെ സോഫ, ചെയർസ്, ടേബിള്, ക്യാബിനറ്റ്, ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കിത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്കിപ്പം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, സീനിലേക്ക് ഡ്രാഗ് ചെയ്തെടുക്കുക, അത്രയും കൊണ്ടും നമുക്ക് വേറെ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പം അറിയാമല്ലോ സിപ്പ് ഫയലൊക്കെ ആയിട്ടാണ് വരിക. സോ അത് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സീനിലേക്ക് ഇടുക, ഇവിടെ ലോഡിങ് വരും. ഇത് സെൻറ്റിമീറ്ററിലായിരിക്കും ഉണ്ടാവുക. ഡിഫോൾട്ടായിട്ട് ഏത് വാല്യൂലാണ് കിടക്കുന്നത് ആ ഒരു ഇതിലേക്ക് സാധനം കിട്ടും. ഇത് അത്രയും യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക്. ലൈക്ക് എനിക്കൊക്കെ ശരിക്കും ഒരു
ലോട്ടറി എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലൊരു മീൻസ് അത്രയും ഇഷ്ടമായ അപ്ഡേറ്റുകളൊന്നാണ് എനിക്ക് ഈ ഒരു ഫീച്ചർ. ഇത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ തന്നെ വേറെ വന്നിട്ടുള്ളൊരു D5 ലൈറ്റ് എന്ന് പറഞ്ഞൊരു വേറെ വേർഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആസ് എ 3ds Max യൂസർ കറൻ്റ്ലി നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിലവിൽ സ്കെച്ചപ്പിന് മാത്രമാണ് വന്നുള്ളത്. പക്ഷേ ഫ്യൂച്ചർ 3ds Max ആയാലും റെവിറ്റ് ആയാലും റിനോ ആയാലും ഒക്കെ ബ്ലെൻഡർ ആയാലും അപ്ഡേറ്റ് വരും. D5 അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ആദ്യം സ്കെച്ചപ്പിന് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ബാക്കി എല്ലാ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർസിനും ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് 3ds Maxന് വരട്ടെയെന്ന്. അപ്പം ഇവിടെ കാണുന്ന റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് ഡിഫോൾട്ടായിട്ട് മോഡലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ D5 ലൈറ്റിന് മാത്രമാണ് കറൻ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫുൾ സീനായിട്ടാണ് വരുന്നത്. സോ ഞാനൊരു 3ds Max യൂസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസർ കേസ് എങ്ങനെയാണ് എന്താണ് എന്ന് ഞാൻ നിലവിൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. സ്കെച്ചപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ കറൻ്റ്ലി ഞാനത് അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് മീൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമുള്ളൊരു നോളജ് എനിക്ക് D5 ലൈറ്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കവർ ചെയ്യാത്തത്. ഓക്കെ, അപ്പം പിന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ മേജർ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് മോഡൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ എന്താണ് ഒരു ക്യൂബ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യൂബ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ ഒരു ജസ്റ്റ് ഒരു ബ്രിക്കിൻ്റെ മെറ്റീരിയൽ ആട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം BRACK സെർച്ച് ചെയ്യുന്നു. സോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ. ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു ടൈലിൻ്റെ ഒരു ടെക്സ്ചർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ പ്ലാനർ ഓണാക്കി കൊടുക്കാം. അപ്പം ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിതിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മുകളിൽ വന്നാൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ടെംപ്ലേറ്റ് കസ്റ്റം ഉണ്ടാവും. സോ അതിലേക്ക് വന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓണാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിന് ഹൈറ്റ് വാല്യൂ എല്ലാ മെറ്റീരിയലും കിട്ടില്ല കേട്ടോ. മീൻസ് നമുക്ക് ഇവിടെ കണ്ടാൽ ഇവിടെ മോർ സെറ്റിംഗ് ആക്ച്വലി അൺലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കൊടുത്തോക്കാം. ദെൻ അത് കഴിഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണുള്ളത്. നമുക്കിവിടെ ഹൈറ്റിലേക്ക് വന്നാൽ ഇവിടെ മോർ സെറ്റിംഗ് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മോർ സെറ്റിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആകത്തുള്ളൂ. മീൻസ് ഇതൊരു ഓഫായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഹൈറ്റ് മാപ്പ് ഇല്ലാത്തതുകൊണ്ടാണത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ എഡ്ജ് നമുക്ക് ജസ്റ്റ് ഒരു അവിടെ കണ്ടോ ഒരു ചേരാത്ത പോലെ ജോയിൻ ചെയ്യാത്ത പോലെ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത് അറ്റാച്ച് ആയിക്കോളും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നത് ഹൈറ്റ് വാല്യൂ ഒന്ന് കൂട്ടുക. ദെൻ സബ്ഡിവിഷൻ ലെവലൊക്കെ കൂട്ടുകയാണെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നിട്ട് ഈ ഒരു വയർ ഫ്രെയിമിലേക്ക് വരുന്നുണ്ടോ. അതായത് നമ്മൾ ഈ ബോക്സ് പിക്ക് ചെയ്യുന്നു, സബ്ഡിവിഷൻ ലെവൽ ഓഫ് ആക്കുന്നു. ഇതിൽ നമുക്ക് ടെറൈൻ ഒന്ന് ഹൈഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ജസ്റ്റ് കൊണ്ടുവച്ച മോഡലിൻ്റെ ഒരു വയർ ഫ്രെയിം വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. നമുക്ക് ഇതിലേക്ക് സബ്ഡിവിഷൻ ലെവൽ വാല്യൂ കൂട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോളിഗൺ, നമ്മളിപ്പോൾ 3ds Max വരുമ്പോൾ പോളിഗൺ വാല്യൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കോമ്പണൻ്റ് ആക്ച്വലി കൂടാണ്. അതായത് ജസ്റ്റ് ചെറിയൊരു മെഷിൽ നിന്നും സിമ്പിളായിട്ടുള്ളൊരു മെഷിൻ്റെ വാല്യൂ അത് കൂട്ടിയിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കിലേക്ക് കൊണ്ടുവരുന്നൊരു സെറ്റപ്പാണുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിന് അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വയറും കാര്യങ്ങളും, അതായത് ചെറിയ മീൻസ് ഞാനിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം കേട്ടോ. സോറി, എനിക്കത് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ഈ ഒരു വാല്യൂ
കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ എഡ്ജ് നോക്കിയാൽ കാണും. ട്രൈ പാനൽ ഓൺ ആക്കിയിട്ട് നമുക്കത് കുറച്ചുകൂടി ഒന്ന് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് എവിടെയാണ് യൂസ് എന്ന് വെച്ചാൽ നല്ല ടെയിലിൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു ബമ്പ് മാപ്പ് എവിടെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടോ അവിടേക്ക് ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു മോഡൽ അത്രയും യൂസ്ഫുള്ളായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മോഡലും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു പ്ലെയിൻ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മെറ്റീരിയൽ ഫസ്റ്റ് ഏതായിരുന്നു ഇപ്പോൾ കൊടുത്തേ, ഇപ്പോൾ ഇവിടെയൊന്ന് കൊടുത്തു പോകാം. ഓക്കെ, നമുക്കിപ്പം ജസ്റ്റ് ഇതൊരു 2D ഇമേജ് മാത്രമാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്ലാറ്റാണത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് തന്നെയാണ് കൺഫേം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. കണ്ടോ, ഹൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ അതായത് 3D വെച്ച് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ബമ്പ് ചെയ്ത ഫീല് കിട്ടുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല, നമുക്ക് ഈ ഒരു കാണാൻ പറ്റുന്നില്ലേ. പക്ഷെ അത് നമ്മളിവിടെ ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺ ആകുമ്പോൾ അതിൻ്റെ സബ്ഡിവിഷൻ വാല്യൂ ഒക്കെ കൂട്ടുമ്പോൾ വെർട്ടിക്കൽ ഓപ്സെറ്റ് അത് ജസ്റ്റ് നമ്മുടെ ലാൻഡ്, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പ്ലേസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഹൈറ്റ് കൂട്ടം കുറയ്ക്കുന്നതാണ്. നമുക്ക് ഇനിയൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ ലൈൻ അല്ലാതെ അതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. സോ ഇത് ആക്ച്വൽ പ്രൊജക്റ്റിലാണ് കുറച്ചുകൂടെ ഒരു മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജസ്റ്റ് ആ ഒരു ഈ ഒരു സ്റ്റോൺ മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇവിടെയൊക്കെ കാണുന്നില്ലേ. അപ്പം അതാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ കൊണ്ട്. ഇതും ഒരു മേജർ അപ്ഡേറ്റ് തന്നെയാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള യൂസർ കേസ് ആക്ച്വൽ പ്രൊജക്റ്റിൽ ചെയ്ത് കാണിക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പം ട്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, ഓഷൻ പറഞ്ഞു, പിന്നെ നമ്മുടെ മെറ്റീരിയൽ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മുടെ മേജറായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ ഈ ഒരു സ്കൈയുടെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഡെയിലി വർക്കിൽ ഒരു ആസ് എ ഇൻറ്റീരിയർ ഡിസൈനർ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മേജറായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ കൂടാതെ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോറി കേട്ടോ, ഞാനൊരു കാര്യം മേജറായിട്ടുള്ള വേറൊരു കാര്യം വിട്ടുപോയി. ഇവിടെ AI മോഡൽ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഇത് ഫ്രീ യൂസറിന് ആക്ച്വലി 10 മാത്രമേ ഉള്ളൂ. പ്രോ പർച്ചേസ് ചെയ്തവർക്കാണ് അറിയാലോ, ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഇതുവരെ ഇത് പ്രോ പർച്ചേസ് ചെയ്യാൻ നമ്മളിങ്ങനെ പ്രലോഭിപ്പിക്കലാണ്. ഇതും നല്ലൊരു സംഭവം കേട്ടോ. നമുക്ക് ഇവിടെ ഇമേജ് ടു 3D എന്നൊക്കെ പറയാനുള്ളത് ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സംതിങ് കാര്യങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെയറിൻ്റെ ഒക്കെ ഇമേജ് അപ്ലോഡ് കൊടുത്താൽ അതിൻ്റെ 3D ഇമേജ് അല്ലെങ്കിൽ 3D ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഞാൻ എന്താ യൂസ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ 10 മാത്രമേ ഉള്ളൂ. സോ അത് മേ ബി ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ്. ശരിക്കുള്ള വർക്കിൽ കേസ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒഫീഷ്യൽ D5ൻ്റെ ചാനലിൽ വന്ന വീഡിയോ ക്ലിപ്പാട്ടോ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പം ടെക്സ്റ്റ് ടു ഇമേജ് ഉണ്ട്, ഇമേജ് 3D. നമ്മൾ ജസ്റ്റ് ഇമേജിൻ്റെ പിക്ചർ കൊടുക്കുകയാണെങ്കിൽ അത് 3D ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന ആ ഒരു ഫീച്ചറാണ് ഇത് വരുന്നത്. സോ ഞാനത് എന്തുകൊണ്ട് ഡെമോ ചെയ്ത് കാണിച്ച് തരുന്നില്ല എന്ന് വെച്ചാൽ ആകെ 10 ഫ്രീ ആയിട്ടുള്ളൂ. സോ എനിക്കത് കുറച്ചുകൂടി ഒന്ന് മീൻസ് യൂസ്ഫുൾ ആകുന്ന ഒരു ടൈമിൽ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് എൻ്റെ ഫ്രീ ക്രെഡിറ്റ് കളയണ്ടെന്ന് വെച്ചിട്ടാണ്. സോ പിന്നെ വന്നിട്ടുള്ള വേറൊരു മേജർ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ AI ഏജൻറ്റ് മറ്റൊരു ഓപ്ഷൻ മുമ്പേ ഉള്ളതാണ്. സോ അതിൽ നമുക്ക് AI സീൻ മാച്ച് വന്നിട്ടുണ്ട്, AI അസിസ്റ്റ് റെക്കമെൻഡേഷനും വന്നിട്ടുണ്ട്. അതും പ്രോ യൂസേഴ്സിന് മാത്രമാണ് നിലവിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ആസ് എ ഫ്രീ യൂസേഴ്സ് നമുക്കിത് കാണുമെന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല.
അതും എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഇപ്പോൾ സീന് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരും. ലൈക്ക് കണ്ടോ ജനറേറ്റർ റെഫറൻസ് ഇമേജ് കറൻസി ഫീച്ചർ നാച്ചുറൽ എന്ന് വെച്ചാൽ അവർ തന്നെ AI വെച്ചിട്ടൊന്ന് റെൻഡർ ചെയ്ത് വന്നിട്ട് നമുക്ക് D5-ലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവർ തന്നെ സജസ്റ്റ് ചെയ്ത് അവർ തന്നെ റെൻഡർ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോ യൂസ് ചെയ്യാൻ പ്രോ പർച്ചേസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യണം. മീൻസ് അത്രയും കിടക്കാച്ചി അപ്ഡേറ്റുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പണിയൊക്കെ 4-1 കുറക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3.0 വന്നിട്ടുള്ള മെയിൻ അപ്ഡേറ്റ് ഒക്കെയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഫ്രീ യൂസ് അതായത് D5 ഫ്രീ വെച്ചിട്ട് ആണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പ്രോ, അതായത് നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രോ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണ്, പ്രോ വെച്ചിട്ടുള്ള കണ്ടൻറ്റുകളാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും പ്രോ പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചാനൽ വെക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ലൈക്ക് എന്നാൽ കൂടിയും ഞാൻ എൻ്റെ ഓരോ മെയിൽ ID-യിലും ചില ഫ്രീ ക്രെഡിറ്റ്സൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു ഫ്രീ 3D ടെക്സ്റ്റ് ടു 3D എന്ന് വെച്ചാൽ നമുക്ക് 10 ഫ്രീ ക്രെഡിറ്റ് അവർ തരുന്നുണ്ട്. അപ്പം നമുക്കൊരു 10 മെയിൽ ID ഉണ്ടെങ്കിൽ 100 ഫ്രീ ക്രെഡിറ്റ് ആയി. എന്ന് വെച്ചാൽ മെയിൽ ID ഉണ്ടാക്കണം എന്നല്ല കേട്ടോ, അതിന് വേറെ വഴിയൊക്കെ ഉണ്ട്. സോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഈ AI-യുടെ കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.